ഇന്നത്തെ നമ്മുടെ ഐറ്റമാണ് ഈ വരുന്ന ബിരിയാണി. ചുമ്മാ ബിരിയാണി അല്ല കേട്ടോ, മജ്ലിസ് ബിരിയാണി. അത് ഉണ്ടാക്കാൻ വേണ്ട സാധന സാമഗ്രികളാണ് ഈ നിരത്തി വെച്ചേക്കുന്നത്. അതിൽ നമ്മുടെ മല്ലിയിലയും പുതിനയിലയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ മിക്സ് ചെയ്ത പേസ്റ്റ് ആ ചിക്കനിലേക്ക് ഇട്ടത്. പിന്നെ നമ്മുടെ സവാള വറുത്തെടുത്തുകൊണ്ടിരിക്കുക ഒരു സൈഡിൽ കൂടെ. അപ്പോൾ ചിക്കനിലേക്ക് ആ പേസ്റ്റിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും അതുകൂടാതെ ആവശ്യത്തിന് ഗരം മസാലയും പിന്നെ ആ സവാള വറുത്ത് വെച്ചത് ഒന്ന് ഞെക്കിപ്പൊടിച്ച് പെപ്പട പരുവാക്കി അതും ആ ചിക്കനിലേക്ക് ഇടും. എന്നിട്ട് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും കുറച്ച് കട്ട് ചെയ്ത് ബാക്കി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നല്ല കട്ട തൈര്, പുളിയില്ലാത്ത തൈരും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അതങ്ങോട്ട് മിക്സ് ചെയ്യുക. ആഹാ, നാരങ്ങയും കൂടെ പിഴിയണമായിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നുപോയി. അപ്പോൾ അത് മിക്സിങ്ങാണ് ഈ ചെയ്തുകൊണ്ടിരിക്കണേ. നമ്മുടെ വീട്ടിൽ നല്ലൊരു കുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ വയറ് നിറച്ച് ഫുഡ് കഴിക്കാം. ഇഷ്ടമുള്ള ഐറ്റം അങ്ങ് പറഞ്ഞു തന്നാൽ മതി. യൂട്യൂബ് നോക്കിയിട്ടാണെങ്കിലും പുള്ളി ഉണ്ടാക്കും. മിക്സിങ് കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ഒത്തിരി ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണിയാട്ടോ ഇത്. അത് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി സേഫായിട്ട് വെച്ചു. ഇനിയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. വറുത്ത് വെച്ച സവാളേനെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ആ സെയിം സൺഫ്ലവർ ഓയിലാട്ടോ യൂസ് ചെയ്തത്. അതിലേക്ക് തന്നെ ആവശ്യമുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് കോരിയെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ മുന്തിരിയൊക്കെ ഇങ്ങനെ വീർത്ത് വന്ന പോലെ അത്രയും ആക്കി വറുത്ത് കോരി മാറ്റി വെച്ചേക്കുക. എല്ലാ വീട്ടിലും ഇത് പെറുക്കി തിന്നാൻ ഒരാളുണ്ടാവും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ്, നമ്മുടെ ബിരിയാണി ചെമ്പിൽ വെള്ളം നിറച്ചിട്ട് എല്ലാ സ്പൈസസൊക്കെയും അതിലേക്ക് ഇടുക. നമ്മൾ ബിരിയാണി ചെമ്പിൻ്റെ ഒരു 3/4 ഭാഗം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ അരി ഊറ്റിയെടുക്കുക വെന്ത് കഴിയുമ്പോൾ ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് അടച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അരി നമ്മൾ കഴുകി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ, ആ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ അരി വെള്ളത്തിലേക്ക് ഇട്ട് അടച്ചു വെച്ച് ഒരു 75% വേവാകണ വരെ വേവിക്കണം. എന്നിട്ട് അത് വേവാവുമെന്ന് ഇടയ്ക്കൊക്കെ നോക്കിയായിരുന്നു, കാരണം ഒരുപാട് വെന്തിട്ടുണ്ടെങ്കിൽ അരി കുഴഞ്ഞു പോകുമല്ലോ. എന്നിട്ട് അതൊന്ന് വെള്ളം ഊറ്റാൻ വയ്ക്കുക. അരിപ്പക്കൊട്ടയിൽ വെള്ളം ഊറ്റി വെച്ചതാട്ടോ ഇത്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. എന്നിട്ട് ബിരിയാണി ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ സേഫായിട്ട് വെച്ച ചിക്കൻ അത്ര സമയം കൊണ്ട് ഒരുവിധം സെറ്റായിട്ടുണ്ട്. ആ നെയ്യിലേക്ക് സ്പൈസസ് എല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിക്കനിൽ പുരട്ടാൻ വെച്ച വെളുത്തുള്ളിയൊക്കെ ബാലൻസ് കുറച്ച് എടുത്ത് വെച്ചായിരുന്നു, അതാട്ടോ രണ്ടാമതിട്ടെ. പിന്നെ അരിഞ്ഞ് വെച്ചേർന്ന സവാളയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. വറുത്ത സവാളയും വേണം, അതുപോലെ ഈ അരിഞ്ഞ സവാളയും കറി ഉണ്ടാക്കാനും വേണം. അത് നല്ലപോലെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നല്ലപോലെ അടച്ചു വെച്ച് വേവിച്ചു. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ബാലൻസ് വന്ന ചിക്കനിൽ പുരട്ടിയ മസാലയും കൂടാതെ തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തു. അത് തക്കാളിയൊക്കെ നല്ല പച്ചമണം പോണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനകത്തേക്ക് പിന്നെ മല്ലിയിലയും പുതിനയിലയും കുറച്ചിട്ട് എടുത്തു. പിന്നെ കുറച്ച് സവാള വറുത്തതും കൂടെ ഇട്ട് ഗരം മസാലയും കൂടി ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിക്കും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കറി ഉണ്ടായി കഴിയുമ്പം ആ സവാളയൊക്കെ നമ്മുടെ മുഖത്ത് നോക്കി കിടക്കും പോലെ ഇങ്ങനെ കിടക്കും. അതിലേക്ക് നമ്മുടെ ചിക്കൻ മസാല പുരട്ടി വെച്ചത് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. ചിക്കനിൽ നമ്മൾ ഒരുവിധം മസാലയൊക്കെ പുരട്ടി വെച്ചേർന്ന് കാരണം വേറെ മസാലപ്പൊടികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ, മല്ലിപ്പൊടിയൊന്നും ആവശ്യമില്ല. അത് നല്ലപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. കാരണം നമ്മൾ വേറെ വെള്ളമോ ഒന്നും ഒഴിക്കുന്നില്ല, ആ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് വേണം അത് വെന്ത് കിട്ടാൻ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കുറവൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി അടി പിടിക്കാതെ വേവിച്ചെടുക്കണം. അത് ഇക്കാക്ക നല്ലപോലെ ചെയ്യുന്നുണ്ട്, നല്ലപോലെ ഇടയ്ക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തു. അതിന് ഞങ്ങളുടെ എല്ലാവരുടെയും മാന്യമായ സഹകരണം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും വെന്തോന്ന് നോക്കി ആ പീസിൽ നിന്ന്. ഇക്കാക്ക പ്രോപ്പറായിട്ട് വെന്തെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചിക്കൻ വാങ്ങി വെച്ചു കേട്ടോ. അതിനി മിക്സ് ചെയ്യലാണ്. അപ്പോൾ ബിരിയാണി ചെമ്പിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ മസാല ഓരോ ലെയർ ഇടണം. അത് കോരി ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അടിഭാഗത്ത് ഒരു ലെയർ ചിക്കൻ ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് പിന്നെ റൈസ് ഇടും. എന്നിട്ട് ഒന്നും കൂടി ചിക്കൻ ഇടും. പിന്നെ റൈസ് ഇട്ടിട്ട് ആ ഫുള്ള് റൈസും ചിക്കനും അതുപോലെ നല്ലപോലെ മിക്സ് ചെയ്യും. അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള ചിരട്ട കരിയാക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലപോലെ നിരത്തി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വറുത്ത് വെച്ച സവാളയും നട്ട്സും കിസ്മിസൊക്കെ പെറുക്കി ഇട്ടു. അത്
തീരാതെ കിട്ടിയത് ഭാഗ്യം. പിന്നെ അതിൻ്റെ സൈഡിലിരിക്കുന്നുണ്ടോ മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ മിക്സ് ചെയ്തതാണ്. അത് നമ്മൾ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ റൈസിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അത് റൈസിൽ പതിയെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ബാലൻസ് വന്ന ചിക്കനും കൂടെ അതിലേക്കിട്ട് എന്നിട്ട് നമ്മുടെ മൈദ വെച്ച് ഒട്ടിച്ച്, അത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാട്ടോ ഈ ദമ്മിടൽ. അതുകൊണ്ട് തന്നെ ദമ്മിട്ട ബിരിയാണിക്ക് നല്ല ടേസ്റ്റുമാണ്. ഇതിന് മുമ്പ് ഇക്കാക്ക ഈ ബിരിയാണി ഉണ്ടാക്കി തന്നപ്പോൾ ദമ്മിട്ടില്ലായിരുന്നു കേട്ടോ, ദമ്മിടാതെ ഉണ്ടാക്കി. എന്നിട്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഞാൻ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിപ്പിക്കും. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ദമ്മിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് മൈദയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ ചുറ്റും മൈദ തേച്ച് നല്ലപോലെ ചിരട്ട കത്തിച്ച് കരിയാക്കിയെടുത്ത്. കരി വാങ്ങിച്ചില്ല, ചിരട്ട കത്തിച്ച കരിയാണ് കേട്ടോ യൂസ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കിട്ട് ദമ്മിട്ടു. പിന്നെ ഞങ്ങളുടെ കാത്തിരിപ്പായിരുന്നു കുറച്ച് നേരം. എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയി വന്നിട്ട് ഇക്കാക്ക ദമ്മ് പൊട്ടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അത് ദമ്മ് പൊട്ടിക്കുന്നതിന് മുമ്പ് ആൾ നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്ത് അത് പൊട്ടിച്ചപ്പം നല്ല ബിരിയാണിയുടെ സ്മെല്ല്. എല്ലാവരും നല്ലപോലെ വിശന്നിരിക്കുകയായിരുന്നു. അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇക്കാക്ക തന്നെ ഉണ്ടാക്കുന്ന ഡിഷ് ഇക്കാക്ക തന്നെ സെർവ് ചെയ്ത് തരും കേട്ടോ, നല്ല ഭംഗിയായിട്ട്. ഞങ്ങളെല്ലാവരും കൂടെ മജ്ലിസിൽ കഴിക്കും പോലെ ഒരു വലിയ താല എടുത്തിട്ട് അതിൻ്റെ നടുക്കോട്ട് നിറയെ ബിരിയാണി ഇട്ടു. എന്നിട്ട് പിന്നെ പുളിങ്കറിയും സാലഡും. പുളിങ്കറി ഇതിന് മസ്റ്റാട്ടോ. പുളിങ്കറിയുടെ കൂടെ കഴിക്കാനാണ് സൂപ്പർ ടേസ്റ്റ്. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർ സാലഡ് കൂട്ടി പപ്പടമൊക്കെ കൂട്ടിയിട്ട്, അൽത്താഫ് കഴിക്കുമ്പം പപ്പടമൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുക. പിന്നെ ഒരു ആക്രമണമായിരുന്നു. ഞങ്ങളെല്ലാവരും ഓരോ സൈഡിൽ നിന്ന് എടുത്ത് കഴിച്ചു. കാലൊക്കെ ഓടിപ്പോയത് ആരും കണ്ടില്ല. ലാസ്റ്റ് പാത്രം കാലിയാക്കി. അങ്ങനെ ഞങ്ങളുടെ ജോലി വൃത്തിയായിട്ട് നിർവഹിച്ചു.